ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ടൊരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നോർത്ത് ഗോവയിലുള്ള ദി പാർക്ക് എന്ന് പറഞ്ഞ ഹോട്ടലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം, ഹോട്ടലും വിശേഷങ്ങളൊക്കെ. ഓക്കെ, കേരളമൊക്കെ പോലെ തന്നെയുള്ള റോഡാണ് കേട്ടോ. അപ്പോൾ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല ഒരു വെൽക്കം ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു എൻ്റെ തലയിലിരിക്കുന്ന സംഭവം കണ്ടോ, അതൊക്കെ തന്നു. പിന്നെ ജിത്തുവിനൊരു മാലയൊക്കെ ഇടിച്ചു അവര്. അങ്ങനെ പിന്നെ വാലന്റൈൻസ് ഡേന്റെ കണ്ടോ കുറേ അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കിസ്സിങ് ബൂത്ത്, പിന്നെ ഇതേപോലെ തന്നെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ടും അങ്ങനെ നല്ല രീതിയിലൊക്കെ അവർ അവിടെ ഡെക്കറേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ കുറെ ആക്ടിവിറ്റീസ്, ഫൺ ആക്ടിവിറ്റീസും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ അതിന്റെ കുറച്ച് ഫോം ഫില്ല് ചെയ്യാണ്. എൻ്റെ പേരിലാണ്, ഞാനാണ് ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയായിരുന്നു. കണ്ടോ, അവർ ഞങ്ങൾക്ക് റോസ് ഒക്കെ തന്നിട്ട് പ്രപ്പോസ് ചെയ്യാനൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ബിസി ആയിരുന്നു, അതുകൊണ്ട് അതിന്റെ ഇടയിൽ വിളിച്ചുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല എന്താന്ന്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇതേപോലെ ലോട്ട്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പൊ അതിനകത്ത് അവർ ഓരോ ഇപ്പോ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിനൊക്കെ ഓരോ ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ജിത്തുവിന് കിട്ടിയത് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ 3000 പ്ലസ് GSTക്ക് എന്താ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിനായിരുന്നു. എനിക്ക് എന്തോ 10% ഓഫർ ഫോർ ഫാന്റസി ഐറ്റംസ് അങ്ങനെയായിരുന്നു വന്നത്. പക്ഷെ ഞങ്ങൾക്ക് അത് രണ്ടും ഞങ്ങൾ ഉപയോഗിച്ചൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ഓൾറെഡി ഡിന്നറൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്ത് കോംപ്ലിമെന്ററി തന്നെ ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ എടുത്തിരുന്നത്, ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഡിന്നർ ഫ്രീ ആയിരുന്നു ഓൾറെഡി. പിന്നെ കണ്ടോ, നല്ല അടിപൊളി വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടി നമുക്ക്. അപ്പോ ഈ ഹോട്ടലിന്റെ പേര് ഞാൻ പറഞ്ഞില്ലേ, ദ പാർക്ക്. ഓക്കെ, ദ പാർക്ക് ബാഗ ഹോട്ടൽ എന്നാണ് ഇതിന്റെ പേര്. ബാഗ റിവർ ഹോട്ടൽ എന്നാണ് പേര്. പിന്നെ ഞങ്ങൾക്ക് അവിടുത്തെ റൂം കോർഡിനേറ്റർ ഞങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരികയായിരുന്നു. പിന്നെ അവരുടെ സ്പെഷ്യൽ ഓഫേഴ്സ് ഒക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരാണ്. കണ്ടോ, ഫ്ലോട്ടിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട്. സ്വിമ്മിംഗ് പൂളിൽ ഇല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഇവിടുത്തെ ബാറാണ് കേട്ടോ, റെസ്റ്റോറന്റ് ആൻഡ് ബാറാണ്. ഇതാണ് റെസ്റ്റോറന്റ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അഡൽട്ട് ഒള്ളി ആണ് കേട്ടോ. അഡൽട്ട് ഒള്ളി, കിഡ്സിന് ഇങ്ങോട്ട് ഈ ഹോട്ടലിൽ പ്രവേശനം ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഹസ്ബൻഡും വൈഫ് ആണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ലവേഴ്സ് ആണെങ്കിൽ അങ്ങനെയൊക്കെയാണ് വരാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഫാമിലി ആയിട്ടൊന്നും വരാൻ പറ്റില്ല കേട്ടോ. കിഡ്സ് ഒക്കെ ആയിട്ട് ഇത് അഡൽട്ട് ഒള്ളിയാണ്. പിന്നെ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 24 hours നമുക്ക് സ്വിമ്മിംഗ് പൂൾ അവൈലബിൾ ആണ്. ചില ഹോട്ടൽസിലൊന്നും ടൈമിംഗ് ഉണ്ടാവും, 6:30 അങ്ങനെയൊക്കെ ഉണ്ടാവും ടൈമിങ്. പിന്നെ ഇത് കണ്ടോ, ഇവിടെ തന്നെ സ്വിമ്മിങ് കോസ്റ്റ്യൂമും പിന്നെ വേറെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അതെന്താന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെയാണ് തോന്നുന്നു ഇവിടുത്തെ ഫാന്റസി ഐറ്റംസ്. പിന്നെ ഇതായിരുന്നു ഞങ്ങളുടെ റൂം. കണ്ടോ, അപ്പോൾ റൂമൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിലൊക്കെ അവര് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഹാപ്പി വാലന്റൈൻസ് ഡേ എന്നൊക്കെ അവര് ചെറിയ രീതിയിലൊക്കെ ഒരു ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എവിടെ വന്നാലും ആദ്യമായിട്ട് നമ്മൾ വാഷ്റൂം ആയിരിക്കും നോക്കുന്നത്, ആ മിറർ റൂം അതൊക്കെ കാണുമ്പോൾ. അങ്ങനെ ഞാൻ എന്റെ കോപ്രായങ്ങളൊക്കെ അവിടെ ഇരുന്ന് കാണിച്ചു കൂട്ടുകയാണ്. പിന്നെ അതേ കുറച്ചു നേരം ഞങ്ങൾ റീൽസ് ഒക്കെ എടുക്കാൻ, എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ബെഡിലൊക്കെ കിടന്ന് കുറച്ച് ഇതൊക്കെയായിരുന്നു. നല്ല വൃത്തിയുള്ള വാഷ്റൂം ഒക്കെ ആയിരുന്നു കേട്ടോ. നന്നായി നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട്. നല്ല സ്റ്റാൻഡേർഡ് വാഷ്റൂം തന്നെ. നമുക്ക് ഹെയർ ഡ്രയറും പിന്നെ എല്ലാ ടോയ്ലറ്ററി ഐറ്റംസും എല്ലാം ഉണ്ടായിരുന്നു, അവൈലബിൾ ആയിരുന്നു. നമുക്ക് ബ്രഷും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഹോട്ടലില് നമ്മൾക്ക്
പിന്നെ നമ്മുടെ റൂമിൽ കെറ്റിലൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കോഫി പൗഡറും ടീയും അതൊക്കെ എല്ലായിടത്തും ഉണ്ടാവുന്ന പോലെ, എല്ലാ ഹോട്ടൽസിലും ഉണ്ടാവുന്ന പോലെ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ ചോക്ലേറ്റ്സും പിന്നെ നമുക്ക് ബിവറേജസിൽ ഒരു കുഞ്ഞു ഫ്രിഡ്ജ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഈ മറ്റേ വോഡ്ക ബിയറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊന്നും ഉപയോഗിച്ചില്ല, കാരണം എല്ലാവരും എടുത്തിട്ടുണ്ടെങ്കിൽ കത്തി പൈസയാണ്, അതുകൊണ്ട് ഞങ്ങളൊന്നും ഉപയോഗിച്ചില്ല. അതൊന്നും ഫ്രീ ആയിരുന്നില്ല കേട്ടോ. അതെ, അതൊക്കെ അവിടെ ഇരിക്കണ കണ്ടില്ലേ, അതൊന്നും ഫ്രീ അല്ല, എല്ലാം നമ്മൾ പൈസ കൊടുത്തിട്ട് തന്നെയാ, എക്സ്ട്രാ ബില്ല് വരും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ദേ നമ്മള് സ്വിമ്മിംഗ് പൂളിലോട്ട് വന്നാണ്. ഒരു 4 മണി 4:30 ആയപ്പോഴേക്കും ഞങ്ങള് ഒരു ഏകദേശം ഒരു 5 മണി ആയിട്ടുണ്ടാവും. ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലോട്ട് വന്നു. അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഫെബ്രുവരി ഒക്കെ ആയതുകൊണ്ട് തന്നെ, സീസണും കഴിഞ്ഞതുകൊണ്ട് തന്നെ, കഴിയാറായതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കപ്പിൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതേ ഞങ്ങളിതേ വെയിറ്റ് ചെയ്യാണ് ഇറങ്ങാനായിട്ട്. അപ്പൊ ഞങ്ങൾക്ക് ഒരു സംശയമായിരുന്നു ഇവിടെ ഇങ്ങനെ നോക്കുമ്പോ. ഇപ്പൊ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അധികം ആഴമില്ലാത്ത പോലെ തോന്നും, പക്ഷെ ഞങ്ങൾക്ക് നേരിട്ട് കണ്ടപ്പോൾ നല്ല ഡീപ്പായിട്ട് തോന്നി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഒരാള് ഫുൾ മുങ്ങി പോകുന്നുള്ള രീതിയിലുള്ള അത്രയും ആഴം തോന്നിയോണ്ട് ആദ്യം കുറച്ചു നേരം ഒക്കെ ഇറങ്ങാണ്ടിരിക്കുകയായിരുന്നു. കാരണം എനിക്കും ജിത്തുനും അങ്ങനെ സ്വിമ്മിങ് ഒന്നും അറിയത്തില്ല. അപ്പൊ കുറച്ച് ഇറങ്ങാണ്ടൊക്കെ നിൽക്കുകയായിരുന്നു. പിന്നെ ജിത്തു ഒന്ന് ഇറങ്ങി നോക്കി, അവസാനം ഇറങ്ങി നോക്കിയപ്പോ മനസ്സിലായി, നമ്മൾ അതിൽ കൂടി കാണുമ്പോൾ ആ ഒരു ഡീപ്പ് ഇറങ്ങുമ്പോൾ ഇല്ലാന്ന് മനസ്സിലായി, നമുക്ക് നിൽക്കാൻ പറ്റും, അങ്ങനെ മനസ്സിലായി. പിന്നെ ഞങ്ങളവിടെ ഇരുന്ന് കുറച്ചു നേരം കളിച്ചു. ഇപ്പൊ പുതിയതായിട്ടൊക്കെ ഈ കല്യാണം കഴിഞ്ഞ് ഹണിമൂണൊക്കെ ആഘോഷിക്കാൻ നിൽക്കുന്ന ആളുകൾ ഗോവയിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഹോട്ടലാണ് കേട്ടോ ദി പാർക്ക്. കാരണം ഇത് അഡൾട്ട്സ് ഒള്ളി ആണ്. പിന്നെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, ഫാന്റസി ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അതെല്ലാം എക്സ്പ്ലോർ ചെയ്യണം. ഇതിന്റെ അപ്പുറത്ത് തന്നെയായിട്ട് ഒരു ബാഗ റിവർ ഉണ്ട്, അവിടെ കയാക്കിംഗ് ഉണ്ട്. കയാക്കിംഗ് ഒക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ നിങ്ങൾ വരുമ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഞാൻ പിന്നെ അധികം എനിക്ക് സ്വിമ്മിങ് അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി കളിക്കാനൊന്നും നിന്നില്ല. പിന്നെ എനിക്ക് എന്താ ഇന്ന് ഡിന്നർ എന്നിട്ട് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മുടിയൊന്നും വെള്ളത്തിലിറക്കി നശിപ്പിക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വെള്ളമൊന്നും അധികം തലയിലോട്ടൊന്നും ആവാത്ത രീതിയിൽ നിൽക്കാണ്. അപ്പോ നിങ്ങൾ ആരെങ്കിലൊക്കെ ഇവിടെ ഇത് പാർക്ക് ബാഗ റിവറിൽ വന്നിട്ടുണ്ടോ ഇതിക്ക് മുമ്പ്? വന്നിട്ടുള്ളവരെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടോ? മെയിൻ ആയിട്ട് ഇവിടുത്തെ ഫാന്റസി ഐറ്റംസ് നിങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ചോ എന്നാണ് എനിക്കറിയേണ്ടത്. അധികം ആളുകളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് സ്വിമ്മിംഗ് പൂള് എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ. പിന്നെ ഇതാണ് നമ്മളുടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ സെറ്റപ്പ്. കണ്ടോ, അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മെനു അവർ കൊടുത്തിട്ടുണ്ട്. ടുഡേസ് സ്പെഷ്യൽ വാലന്റൈൻസ് ലൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രിൽഡ് ഐറ്റംസ് ഒക്കെ അവർ സ്പെഷ്യൽ ആയിട്ട് ലൈവായിട്ട് ചെയ്തു തരും. അപ്പോൾ അതാണ് ബഫേ സെറ്റപ്പ്. പിന്നെ ഇത് കണ്ടതാണ് ഫ്ലോട്ടിംഗ് ഡൈനിങ് എന്ന് പറയുന്നത്, ഫ്ലോട്ടിംഗ് ഡൈനിങ്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ ഞങ്ങളുടെ ഡൈനിങ് സെറ്റപ്പ് ഉണ്ടായിരുന്നത്, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. നല്ല രസമായിരുന്നു കേട്ടോ, നല്ല ലൈറ്റിങ്ങും പിന്നെ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തൊക്കെ ആയിട്ട് നല്ല രീതിയിലൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വാലന്റൈൻ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒക്കെ കഴിക്കുന്നത്. എനിക്ക് എന്തായാലും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങളും ഇവിടെയൊക്കെ വന്ന് ഇതേപോലെയൊക്കെ എന്താ പറയാ എൻജോയ് ചെയ്യാട്ടോ. ഞങ്ങൾക്ക് ഈ ഡിന്നറിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റാർട്ടേഴ്സ് ഉണ്ടായിരുന്നു, അത് ഗ്രിൽഡ് ഫിഷ് ഉണ്ടായിരുന്നു, ഗ്രിൽഡ് ചിക്കൻ ഉണ്ടായിരുന്നു. ഗ്രിൽഡ് ഫിഷ് എന്ന് പറയുമ്പോൾ ഫിഷിന്റെ അവർ എന്തൊക്കെയോ ഒരു സംഭവം ചെയ്തിട്ട് അത് എഗ്ഗില് കോട്ട് ചെയ്തിട്ട് അങ്ങനെ എന്തോ ഇതാക്കി ചെയ്തേക്കുന്ന ഒരു സാധനം ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഗ്രിൽഡ് ചിക്കനും ഗ്രിൽഡ് വെജിറ്റബിൾസും ഉണ്ടായിരുന്നു, ലൈക്ക് പനീറൊക്കെ ആയിട്ട് ഗ്രിൽ ചെയ്ത് പനീറൊക്കെ.
ഞങ്ങളത് ട്രൈ ചെയ്തു. പിന്നെ പിന്നെ മെയിൻ കോഴ്സ് ഞങ്ങൾക്ക് കുറച്ച് കുറവായിട്ട് തോന്നി കേട്ടോ. ഞങ്ങള് ഡിന്നർ കോംപ്ലിമെന്ററി ഒക്കെ ചെയ്തത് ഞങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഫുഡ് ആണെങ്കിലും. പക്ഷെ ഞങ്ങൾക്ക് മെയിൻ കോഴ്സ് കുറച്ച് ലിമിറ്റഡ് ആയിട്ട് തോന്നി. ഒന്ന് സ്റ്റീംഡ് റൈസ് ഉണ്ടായിരുന്നു, പിന്നെ ദാൽ ഉണ്ടായിരുന്നു, പിന്നെ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു, വെജിറ്റബിൾ കറി ഉണ്ടായിരുന്നു, മിക്സ് വെജിറ്റബിൾ കറി, പിന്നെ ചിക്കൻ കറിയും പിന്നെ ഫിഷ് കറി ആയിരുന്നു. ഈ ചപ്പാത്തി, നാൻ, ബട്ടർ നാൻ അതൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ബട്ടർ നാൻ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതൊക്കെയാണ് ഉണ്ടെങ്കിൽ എടുക്കുക. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. ലിമിറ്റഡ് ഫുഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കഴിച്ചു തീർത്തു. പിന്നെ അത് ഇതേപോലെ കിസ്സിംഗ് ബൂത്തിൽ വന്ന് കിസ് അടിക്കുന്ന സീനാണ് ഇത്. അപ്പൊ ഞങ്ങളോട് അവർക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവര് അതൊക്കെ ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ ഒരു രാത്രി ഒരു 10 മണിയായപ്പോഴേക്കൊക്കെ റൂമിലോട്ട് തിരിച്ചെത്തി. പിന്നത്തെ പിറ്റേ ദിവസം കണ്ടോ, ഞങ്ങളുടെ ബൊഫെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്, കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങളപ്പോൾ ആദ്യം എടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, കാരണം ഇത്രയും പൈസ ഒക്കെ മുടക്കി പോവല്ലേ. അപ്പൊ ഞങ്ങൾ ആദ്യം കുറച്ച് എന്താ പറയാ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് എടുത്തു. കുറച്ച് കട്ട് ഫ്രൂട്ട്സും പിന്നെ പയറ് മുളപ്പിച്ചത്, കടല വേവിച്ചത് അങ്ങനെയൊക്കെ എടുത്തു. പക്ഷെ ഞങ്ങൾക്ക് കടല വേവിച്ചതും പയറ് മുളപ്പിച്ചതൊക്കെ വെറുതെ പച്ചനെയാണ് അവർ തന്നത്. ഞാൻ വിചാരിച്ചത് നമ്മൾ വേവിച്ച് തന്നെ, ഞങ്ങൾ വേറെ സ്ഥലത്ത് നിന്നൊക്കെ എടുത്തപ്പോൾ അങ്ങനെയായിരുന്നു, വേറെ ഹോട്ടലിലൊക്കെ പോയിട്ടിരിക്കുമ്പോൾ ഇതായപ്പോൾ. പിന്നെ ഞങ്ങളും വീട്ടിൽ അങ്ങനെ തന്നെയാണ് കഴിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചതൊക്കെ വേവിച്ചതായിരിക്കുന്നു. പക്ഷെ അതൊന്നും വേവിക്കാത്തതായിരുന്നു ഗായസ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ വെച്ചിട്ട് കഴിച്ചിട്ട് പാടുണ്ടായിരുന്നു. ആരെങ്കിലുമൊക്കെ പച്ചക്കടല എടുത്ത് കഴിക്കൂലല്ലോ, അതേപോലെ അവിടെ വെച്ചു. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഞങ്ങളുടെ മെയിൻ കോഴ്സിലേക്ക് വന്നു. അപ്പോൾ ബോയിൽഡ് എഗ് അത് എന്നും എനിക്കൊരു വീക്ക്നെസ് ആണ്, അതുകൊണ്ട് ഞാനതെടുത്തു. പിന്നെ അവിടെ ഓരോരോ സാധനങ്ങളും എനിക്ക് ഈ പാർക്ക് ഹോട്ടലിന് ഒരു ചെറിയൊരു സജഷൻ കൊടുക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ഐറ്റംസ് അവർക്ക്, ഫുഡ് മെനു അവർക്ക് കുറച്ചും കൂടി നല്ലതാക്കാം. കാരണം ഞങ്ങൾ ഇതിക്ക് മുമ്പൊക്കെ പോയിട്ടുള്ള റിസോർട്ടിലൊക്കെ ഇതിനേക്കാളും വില കുറവായിരുന്നു. പക്ഷേ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അവിടെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കുറേ ഐറ്റംസും ലൈവ് ഐറ്റംസ് ഒക്കെ ആയിട്ട് സൂപ്പർ ആയിരുന്നു. പക്ഷെ ഇവിടെ കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നി. ഇപ്പൊ എടുത്തത് ബ്രെഡ് പുഡിങ്ങും പിന്നെ ഗീറും ആയിരുന്നു, നമ്മുടെ റൈസ് ഗീർ പായസം. പക്ഷെ ആദ്യമേ തന്നെ അത് എടുക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാനത് പിന്നത്തേക്കാക്കി വെച്ചു. പക്ഷെ ഗൈസ് ഞാനത് മറന്നുപോയി എടുക്കാൻ. പിന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്തിട്ടാണ് ഞാനത് കണ്ടപ്പോൾ അയ്യോ ഞാൻ ബ്രെഡ് പുഡിങ് എടുത്തില്ല, അത് മറന്നുപോയി. കാരണം എനിക്ക് പുഡിങ് ഇഷ്ടമായിരുന്നു, പക്ഷെ അത് എടുക്കാൻ മറന്നുപോയി. കാരണം കുറച്ച് കഴിച്ചപ്പോൾ തന്നെ എനിക്കിങ്ങനെ കുറേ കഴിക്കാനൊന്നും പറ്റില്ല, കുറച്ച് കഴിക്കുമ്പോൾ തന്നെ മടുക്കും. അതുകൊണ്ട് കുറച്ച് കഴിച്ചിട്ട് തന്നെ എല്ലാം മതിയാക്കി പോന്നു. ഫുൾ ഐറ്റംസ് ഒന്നും നമുക്ക് എടുക്കാനൊന്നും പറ്റില്ല. നേരത്തെ കണ്ടതിൽ മസാല പാസ്തയും പിന്നെ വേറെന്തോ സംഭവമൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ ട്രൈ ചെയ്തില്ല. ഇത് കണ്ടോ, ഇത് നമ്മുടെ വെർമിസെല്ലിയുടെ നൂഡിൽസ് ആയിരുന്നു, പിന്നെ ഗോബി മഞ്ചൂരിയനും. ഞാൻ ഗോബി മഞ്ചൂരിയൻ എനിക്ക് ഇഷ്ടമായിട്ട് എടുത്തു. പിന്നെ ഇവിടെ പറാട്ടയും പിന്നെ പൂരി ഉണ്ടായിരുന്നു, ഞാൻ പൂരിയാണ് എടുത്തത്. പിന്നെ പൂരിക്ക് ഒരു ബാജി ഉണ്ടായിരുന്നു, പൊട്ടറ്റോ ബാജിയാണ് എടുത്തത് കേട്ടോ ഞാൻ. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ദോശ, സാമ്പാർ, ചട്നി, 2 തരം ചട്നി ഉണ്ട്, പിന്നെ ബ്രെഡ് ടോസ്റ്റ് ഉണ്ട്, പിന്നെ യോഗേർട്ട്. അതൊക്കെയാണ് ഞങ്ങൾ സെക്കൻഡ് കോഴ്സിൽ ഓർഡർ ചെയ്തത്. കഴിക്കാം. Jittu is going to try idli, chutney and sambar. Do try. How is it? Adiboli. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഡേ 2 ആണ്. ഞങ്ങൾ ഇന്ന് തന്നെയാണ് ചെക്കൗട്ട്. ഞങ്ങൾ ജസ്റ്റ് വാലന്റൈൻസ് ഡേക്ക് വേണ്ടി മാത്രമായിട്ട് വന്നതായിരുന്നു ഇവിടെ. അപ്പോൾ ഞങ്ങളിത് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കാം കേട്ടോ. ഞങ്ങൾ 12 o'clock ചെക്കൗട്ട്. കണ്ടത്തിന് വേണ്ടി വിഷമം 12 o'clock ചെക്കൗട്ട്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ താല്പര്യമില്ലാത്തോട്ട് 1 മണിക്കൂർ എങ്ങനെയൊക്കെ ഇപ്പോൾ ചോയ്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 1 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങും. അപ്പോൾ ഞങ്ങൾ റെഡിയായൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങളുടെ റൂമൊക്കെ നിങ്ങൾ കണ്ടല്ലോ നേരത്തെ. നല്ല കംഫർട്ടബിളും സ്പേഷ്യസ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള നല്ല റൂമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ പാർക്ക് ഭാഗം ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.